നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നാരായണീയം ക്ലാസ്സാണ് ഞാൻ പറയാമെന്ന് വിചാരിക്കണേ. കാരണം ഇതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ പുണ്യഗ്രന്ഥങ്ങളൊന്നും പാടില്ലാത്ത ചെറിയ ഒരു മുടക്കം വന്നു. അതുകൊണ്ട് നാരായണീയം അങ്ങോട്ട് കൈകാര്യം ചെയ്തില്ല. ഒക്കെ കഴിഞ്ഞപ്പോൾ നാരായണീയം നമ്മൾ 13-ാമത്തെ ദശകത്തിൽ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതാരം ചെയ്തിരിക്കുന്ന ഭാഗമാണ് അത്. അങ്ങയുടെ ഭഗവാന്റെ പത്നിയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി വലിച്ചു സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടെടുക്കാനായിട്ട് കൂടിയാണ്, ഭൂമിദേവിയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ വരാഹാവതാരം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഹിരണ്യാക്ഷൻ എന്ന അസുരൻ്റെ തന്നെ അറിയാമല്ലോ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സനകാദികളുടെ ശാപം മൂലം അസുരജന്മമെടുത്ത ജയവിജയന്മാർ, വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അവർ 3 തവണ ഭൂമിയിൽ അസുരന്മാരായിട്ട് ജീവിക്കണമെന്നും ആ 3 തവണയും ഭഗവാൻ തന്നെ അവരെ വധിക്കണമെന്നുമാണ്. അവരുടെ അവസാനത്തെ ഒരു അപേക്ഷ ശാപം ഏൽക്കും മുമ്പ് അങ്ങയെപ്പറ്റി ഭക്തി ഉണ്ടാകണേന്നും മാത്രമാണ്. ആ ഭക്തി ഉണ്ടായി, പക്ഷേ എപ്പോഴും ഭഗവാനെ പറ്റിയ വിചാരം സംഗതി വിപരീതാർത്ഥത്തിലാണെന്ന് മാത്രം. അങ്ങനെയായിരുന്നു. ഇപ്പോൾ അക്ഷനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനും ആ അസുരനെ വധിക്കുന്നതിനും വേണ്ടി സമുദ്രത്തിലേക്ക് വരാഹമൂർത്തി എടുത്ത് ചാടി അവിടെ ചെന്ന് ഭൂമിദേവിയെ വീണ്ടെടുത്ത് തൻ്റെ തേറ്റമേൽ ഒരു മുത്തങ്ങ കയറ്റി വയ്ക്കുന്ന അത്ര ലാഘവത്തോടെ കയറ്റി വെച്ചു. ഭൂമിദേവി അങ്ങോട്ട് പേടിച്ച് വിറയ്ക്കണം. അത് കണ്ട് ഭഗവാൻ അസുരനാണെങ്കിൽ ഇങ്ങനെ പോർ വിളിക്കുക, അരേ ക്വാസോ നീ എവിടെയാടാന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ ഈ ഹിരണ്യാക്ഷനെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. ഭൂമിദേവിയെ തേറ്റയിൽ ധരിക്കാനും നിവർത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം പേടിച്ച് വിറയ്ക്കുന്ന ഭൂമിദേവിയെ സമുദ്രജലത്തിൽ ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് ഹിരണ്യാക്ഷനുമായിട്ട് എതിരിടാൻ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോഴേക്കും അവിടെ നാരദമുനി വന്നു. നാരദമുനി ഇങ്ങനെ താടിയും തലയൊക്കെ നീട്ടി വീണയും കൊണ്ട് നാരായണനാമം ജപിച്ച് വരികയാണല്ലോ. അദ്ദേഹം അസുരനെ ഒന്നങ്ങട്ട് പിരി കയറ്റാൻ വേണ്ടി, യുദ്ധത്തിനങ്ങോട്ടൊരു ആക്ക കൂടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു, മഹാവിഷ്ണു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അസുരനിങ്ങനെ ആയുധങ്ങളൊക്കെ ഏന്തി യുദ്ധം ചെയ്യാനായിട്ട് വന്നു നോക്കുമ്പോൾ അവിടെ ആകെ കൂടി കാണുന്നത് ഒരു കാട്ടുമൃഗത്തെയാണ്. ഈ കാട്ടുമൃഗത്തിനോട് ഒരു പുച്ഛമായ വിധത്തിൽ ഈ മഹർഷി താടി നിലയൊക്കെ വെച്ച് ഈ സാധു മഹർഷി എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് കാണിച്ചു മഹാവിഷ്ണു അത്രേ എന്നും പറഞ്ഞ് കാണിച്ചു തന്നെങ്കിൽ ഇതേ ഒരു കാട്ടുപന്നി, ഇതിനോടാണോ ഞാൻ യുദ്ധം ചെയ്യണ്ടേ എന്നൊരു പരിഹാസം ഉണ്ടായിരുന്നു മഹാമുനിയുടെ നേർക്ക്. അങ്ങനെ ആ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് വരാഹമൂർത്തിയുമായിട്ട്. 3 ശ്ലോകങ്ങൾ നമ്മളൊന്ന് പറയണ്ടേ. 4ാമത്തെ ശ്ലോകം ഞാനിപ്പോഴൊന്ന് വായിക്കുകയാണ്. ഗദാപാണ്യോ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ രവോത്കൂഷ്ടവിയതാം രണാലോകൗത്സുക്യാൻ മിളതി സുരസംഗേ ദ്രുതമമം നിരുന്ധ്യ സന്ധ്യാതാ പ്രഥമമിതി ദാത്ര ജഗദിഷേ. അതായത് ഗദാപാണൗ ദൗത്യെ, ഗദയും ധരിച്ചുകൊണ്ട് വരുന്ന, ഗദയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആ ദൈത്യൻ, ആ അസുരൻ ഹിരണ്യാക്ഷൻ, ത്വം അഭിഃ ഗൃഹീതോന്നതഗദോ എന്ന് പറഞ്ഞാൽ ആ അങ്ങയുടെ അവിടെ നിന്നും ഊക്കൻ ഒരു ഗദയും കൊണ്ട്, കൗമോദകി എന്ന് പറയുന്ന ഭഗവാന്റെ ഗദയുണ്ടല്ലോ, അസാധ്യമായ ശക്തിയൊക്കെയുള്ള ഗദയാണ്. അങ്ങും ഒരു ഗദയും കൊണ്ട്, ത്വം അഭിഗ്രഹീതോന്നത ഗദ, അങ്ങയുടെ ഗദയായ ആ ഗദയും ഊക്കനൊരു ഗദയും കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങും യുദ്ധത്തിനായിട്ട് ഇറങ്ങി.
ഘടഘടരവോത്കുഷ്ടവിയത. ഘടഘടരവോത്, രവം എന്ന് പറഞ്ഞാൽ ശബ്ദം. ഘടഘടരവോത് എന്ന് പറയുമ്പോൾ കട്ടക്കട്ടാ 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 എന്നുള്ള ശബ്ദം. എവിടുന്നാണ് ഈ ശബ്ദം വരണേ? അസുരൻ്റെ ഗദയും ഭഗവാന്റെ ഗദയും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ആ ശബ്ദം കേട്ടിട്ട് രണ്ടാളും രണ്ട് ഗദയും തമ്മിൽ കൂട്ടി ഇങ്ങനെ ഇടിക്കുക. ആ യുദ്ധത്തിൽ അങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു. യുദ്ധത്തെ വിളിച്ചറിയിക്കുകയാണ് ഈ ഗഡയുടെ ഘടഘട രവം. രണലോകൗൽക്യുസ്യമുദാത്, ഈ യുദ്ധം കാണുമ്പോഴുള്ള ഒരു എന്താ പറയണ്ടേ, ദേവന്മാരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാണ് വരണേ. 30 മുക്കോടി ദേവന്മാരുണ്ടല്ലോ. അവർ ഈ ഹിരണ്യാക്ഷനും ഭഗവാനുമായിട്ടുള്ള വിഷ്ണുവുമായിട്ടുള്ള യുദ്ധം കാണാൻ ഈ ഘടഘട ശബ്ദം കേട്ട് എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരികയാണ്. ആ ഒച്ചപ്പാടുണ്ടാക്കുന്ന ദ്വന്ദ്വയുദ്ധം, രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം എവിടെ കേട്ടിട്ട് സുരസംഘമിളതി. സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. സുരസംഘമിളതി എന്ന് പറഞ്ഞാൽ ദേവന്മാരെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത് നിന്ന് കാണാനായിട്ട്. ദ്രുതം സന്ധ്യാത പ്രഥമം അമും നിരുന്ധ്യ. ഭഗവാനെ അമും നിരുന്ധ്യ, വേഗം കൊല്ലു അവനെ. എന്താ അതേ നേരെ സന്ധ്യാവാൻ പോകണം. സന്ധ്യ ആവുമ്പോൾ വലിയൊരു അപകടമുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ ഈ അസുരനെ അങ്ങോട്ട് വധിക്കണം എന്ന് പറയാൻ കാരണം. സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് സന്ധ്യ കഴിഞ്ഞാലുണ്ടല്ലോ അസുരന്മാർക്കൊക്കെ ഊറ്റം കൂടും. ഊറ്റെന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയും വീര്യവും കരുത്തും ഒക്കെ കൂടുതലാകും. പകൽ കാണുന്ന അല്പമേ അസുരന്മാർ തന്നെ ക്രൂര സ്വഭാവക്കാരാണ്, ദുർവൃത്തന്മാരാണ്. അതൊക്കെ പകലിങ്ങനെ കുറച്ച് ശാന്തമായിട്ടിരിക്കും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മായാജാല പ്രകടനം വളരെ വികൃതമാകും. അതായത് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത്രയാവും. പിന്നെ ക്രൂര പ്രവർത്തികൾ, ദുഷ്ടപ്രവർത്തികൾ ഊറ്റം കൂടും, ശക്തി കൂടും. അതുകൊണ്ടാണ് ഈ ദേവന്മാർ വന്ന് മഹാവിഷ്ണുവിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ, ഭഗവാനെ ഒന്ന് വേഗം അവസാനിപ്പിക്കൂ ഈ അസുരൻ്റെ ജന്മം. നേരം സന്ധ്യയായി, സന്ധ്യയായ ഈ മട്ടമൊന്നുമല്ല, അസുരന് ഊറ്റം കൂടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദേവന്മാർ. അവർ നേരിട്ട് ഭഗവാനോട് പറയുകയല്ല, അവർ പറയുന്ന നിരുന്ധ്യ സന്ധ്യാദാ പ്രഥമമിതി ധാത്ര ജഗദീഷേ. ദാതാവാര ബ്രഹ്മാവ്, ബ്രഹ്മാവുണ്ട് അവിടെ. ബ്രഹ്മാവിനോട് പറയാ, ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കൂ കേട്ടോ. ആ നേരം സന്ധ്യയായി കഴിഞ്ഞാൽ അസുരൻ്റെ മട്ടും ഭാവമൊക്കെ മാറും. അതിന് മുമ്പേ വേഗം അങ്ങോട്ട് യുദ്ധം അയാളുടെ കഥ അങ്ങോട്ട് കഴിക്കാൻ പറയൂ എന്ന് ബ്രഹ്മാവിനോട് ദേവന്മാർ പറയുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അസുരൻ കയ്യിൽ ഒരു ഗദയുമായി വന്നു. അപ്പോൾ തന്നെ തൻ്റെ ഗദയായ കൗമോദകിയുമായി ഭഗവാനും വന്നു. രണ്ടുപേരും കൈ ഉയർത്തി ഗദ കൊണ്ട് അങ്ങോട്ട് അടി തുടങ്ങി. അടിച്ചപ്പോൾ കടകടാ കടകടാ എന്നുള്ള ശബ്ദം ഉണ്ടായി. ഈ ശബ്ദം കേട്ടോ ദേവന്മാരൊക്കെ യുദ്ധം കാണാനായിട്ട് വന്നപ്പോൾ അവർക്ക് തോന്നി, നേരെ സന്ധ്യാവാറായല്ലോ, അസുരൻ ഇപ്പം തന്നെ നല്ല ഫോമിലാണ്. ഇനി ഇത് കൂടുതലായി കഴിഞ്ഞാൽ സന്ധ്യയായ ഊറ്റം കൂടിയ എങ്ങാനും ഭഗവാൻ തോൽക്കൊന്നുമില്ല. എന്നിരുന്നാലും കഷ്ടപ്പാട് കൂടുതലായാലോ ഹിരണ്യാക്ഷനെ വധിക്കണേന്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ അസുരൻ്റെ കഥ തീർക്കാനായിട്ട് ഒന്ന് പറയൂ എന്ന് ദേവന്മാർ ബ്രഹ്മാവിനെ ഓർമ്മിപ്പിച്ചു. ഇതാണ് ശ്ലോകത്തിൻ്റെ ഒരർത്ഥം. ഒന്നുകൂടി ഞാൻ ആ ശ്ലോകം വായിക്കണം കേട്ടോ. ഗദാപാണൗ ദൗത്യേ ത്വമപി ഹി ഗൃഹീതോന്നതഗദോ ദിയുംധേന ക്രീഡൻ ഘടഘടരവോത്കുഷ്ടവിയതാം രണാലോകൗത്സുൽക്യന്മിളതി സുരസംഗീധൃതമമും നിരുന്ധ്യ സന്ധ്യാദാ പ്രഥമമിതി ധാത്രാ ജഗദിഷേ എന്ന് ബ്രഹ്മാവിനെ. ഈ ശ്ലോകത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കിയ ഈ രീതി ഒന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് പറയുന്നത് എന്താണ് എന്നും കൂടെ നോക്കാം. അസുരനോ ഗദയുമായി ഓടി വരുന്നതു കണ്ടു അവിടെന്നും ഗദയുമായി ആഞ്ഞടിക്കവേ. അസുരനോ ഗദയുമായി
ഓടി വരുന്നതു കണ്ടു അവിടെന്നും ഗദയുമായി ആഞ്ഞടിക്കവേ. വാനിൽ സർവദേവജനം യുദ്ധം കാണാൻ നിരക്കവേ. വധത്തിനായി ബ്രഹ്മദേവൻ മെല്ലെ പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് വേഗം തന്നെ അസുരനെ വധിക്കുമെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇത് 5ാമത്തെ ശ്ലോകമാണ്. ഗദോന്മർദേ തസ്മിൻ തവസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാത ഭൂമൗ ജഡതി പതിതായ മഹഹഭോ. മൃദുസ്മേരസ്യ സ്വസ്ഥം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിവേ. ഇതിൽ പറയും തസ്മിൻ ഗദോന്മർദേ തസ്മിൻ തവ ഖലു ഗദായാം. അതായത് തസ്മിൻ ഗദോന്മർദേ, ആ ഗദായുദ്ധത്തിൽ ഭഗവാനെ അങ്ങയുടെ അങ്ങയെ അസുരനും കൂടിയിട്ടുള്ള ആ ഗദായുദ്ധത്തിങ്കൽ തവ ഗദായാം ഖലു ദിദിഭുവ, അങ്ങയുടെ ഗദ കൗമോദകി, അങ്ങയുടെ ഗദ ദൈത്യൻ്റെ ഗദ കൊണ്ട് ദിദിഭുവ എന്ന് പറഞ്ഞ അസുരൻ, അതായത് ദിതിയുടെ മകനായ അസുരൻ ഹിരണ്യാക്ഷൻ ദൈത്യൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് നിലത്താ വീണു. ഭഗവാന്റെ ഗദ അസുരൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് നിലത്ത് വീണു കയ്യിൽ നിന്ന്. എന്നിട്ടോ എന്താണ്ടായേ? ഗദാഘാത ഭൂമൗ ജഡതി പതിതായ മഹഹഭോ. ഗദാഘാത ജഡതി, അതായത് കൊണ്ട് അടിയേറ്റ് പെട്ടെന്ന് നിലത്ത് വീണ് പോയപ്പോൾ പതിതായ ആ ഇതങ്ങട് താഴെ വീണുപോയി എന്ന് മനസ്സിലായപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അയ്യോ, ഭഗവാന്റെ കഥ താഴെ വീണു പോയപ്പോൾ ദേവന്മാരൊക്കെ നടിക്കുക. ആക്കോ അയ്യോ, അതിൻ്റെ ഒരു ആശ്ചര്യമാണ് ആ പറയുന്നത് അല്ലേ. അവിടെ നിന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു, പേടിച്ചൊന്നുമില്ല. ഗത പോയില്ലോ, ഇനിയിപ്പോൾ അസുരനെ എങ്ങനെ നേരിടും എന്ന് വെച്ചാൽ പരിഭ്രമിക്കേ അയ്യോ ഒന്നും ഭയപ്പെടുക ഒന്നും ഉണ്ടായില്ല. പതുക്കെ ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു. അങ്ങയുടെ മുഖം ഹാസ്യം, പതുക്കെയുള്ള മൃദുസ്മരം, മൃദുവായ പതുക്കെയുള്ള പുഞ്ചിരി പൂണ്ട ആ മുഖത്തോടുകൂടി അങ്ങ് ധനുജകുല നിർമൂലനചണ അസുരവർഗത്തെ മുച്ചോടും വേരറുക്കുന്നതിൽ മുച്ചോടും നശിപ്പിക്കുവാൻ പേരെടുത്ത ഒരു ചക്രമുണ്ടങ്ങേക്ക്. ഏതാ ചക്രം? സുദർശന ചക്രം. ആ സുദർശന ചക്രത്തെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചു. മനസ്സിൽ ധ്യാനിച്ചപ്പോഴത്തെ കുറഞ്ഞെട്ടിച്ച് വന്നു കൂടി കയ്യിലേക്ക്. കൈ എങ്ങനെയാന്ന് നിർത്തിയപ്പോൾ സുദർശന ചക്രം അപ്പം വന്നു. സുദർശന ചക്രത്തെ അങ്ങോട്ട് ധ്യാനിച്ച് വരുത്തിയിട്ട് കരഭുവിദാനാരുരുചിഷേ, അതിനെ ഇങ്ങനെ തൃക്കൈയിലേറ്റി, കരഭുവി എന്ന് വെച്ചാൽ അങ്ങയുടെ ആ തൃക്കൈയിൽ ചക്രം ഒരു വിരലും വെച്ച് ഭഗവാന്റെ ചിത്രം കാണുന്ന ഓർക്കുണ്ടോ, ഒരു വിരലിങ്ങനെ ഉയർത്തിപ്പിടിക്കുക, അതിപ്പോൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം, അതാ സുദർശന ചക്രം. ആ ചക്രഞ്ഞു വന്നു ഇങ്ങനെ കയ്യിലേന്തിക്കൊണ്ട് അവിടെ അങ്ങയുടെ ആ സ്വതവേയുള്ള ആ ഐശ്വര്യം, ആ മിന്നൽ, ആ പ്രകാശം, ആ വിളക്കം, ആ മുഖം വിളങ്ങുന്നതിൻ്റെ പ്രഭ ഒന്നുകൂടി അങ്ങോട്ട് വർദ്ധിച്ചു. കയ്യിലിങ്ങനെ സുദർശനം വന്നു ചേർന്നപ്പോൾ ഭഗവാന്റെ മുഖം ഒന്നുകൂടി വിളങ്ങി. അപ്പോൾ ഈ ശ്ലോകത്തിൽ മൊത്തത്തിൽ പറയുന്നത് അങ്ങയുടെ ഗദായുദ്ധത്തിൽ രണ്ടുപേരും ഇങ്ങനെ കട രവം ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു ഗദായുദ്ധം. അങ്ങനെ ഇരിക്കെ അസുരൻ്റെ അടിയേറ്റ് ഭഗവാന്റെ ഗദയായ കൗമോദകി അങ്ങോട്ട് താഴെ വീണു. ആ കഴിഞ്ഞ വഴിക്ക് അദ്ദേഹം ഒട്ടും പരിഭ്രമിച്ചില്ല, പേടിച്ചില്ല, ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചുമില്ല. ദേഷ്യവും വന്നില്ല, സങ്കടവും വന്നില്ല, അയ്യോ ഞാൻ തോൽക്കാവോ എന്നുള്ളൊരു വേവലാതി ഒന്നും ഉണ്ടായില്ല. ഒരു ചെറിയ പുഞ്ചിരിയാണ് മുഖത്ത് വന്നത്. ആ മൃദു മന്ദഹാസത്തോടു കൂടി അദ്ദേഹം അസുരന്മാരെ എല്ലാം വധിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ആ ചക്രം
സുദർശന ചക്രം, മഹാസുദർശന ചക്രം ധ്യാനിച്ചു. അതിന് വന്നു കയ്യിൽ. സുദർശന ചക്രമേന്തിയ ഭഗവാൻ ഒന്നുകൂടി വിളങ്ങി നിന്നു. അതാണ് ഈ ശ്ലോകത്തിൽ എൻ്റെ ഒരു ഏകദേശ രൂപം. നമുക്കിതിൻ്റെ പരിഭാഷ ഞാൻ ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. ഗദോന്മർദ്ദേ തസ്മിൻസ്തവ ഖലു ഗദായാം ദിദിഭുവ ഗദാഘാതഭൂമൗ ജഡിതി പതിതായ മഹബുബോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലചരണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. നമുക്ക് ഇതിൻ്റെ പരിഭാഷ കൂടി ഒന്ന് വായിക്കാം. ഗദായുദ്ധത്തിങ്കൽ തൻ്റെ അടിയേറ്റ അസൂരൻ്റെ ഗദ ക്ഷണം നിലത്തേക്കു തെറിച്ചു പോയി. ഗദായുദ്ധത്തിങ്കൽ തൻ്റെ അടിയേറ്റ അസൂരൻ്റെ ഗദ തൽക്ഷണം നിലത്തേക്കു തെറിച്ചു പോയി. സുദർശനം കയ്യിലേന്തി നിന്നിടുന്ന തവ രൂപം സുദർശന ഭാഗ്യമേകി കാത്തുരക്ഷിക്കൂ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഈ സുദർശന ചക്രത്തിൻ്റെ ഒരു സ്വഭാവം ഭഗവാൻ സ്മരിക്കുമ്പോൾ, സുദർശനം കയ്യിലുണ്ടെന്ന് സ്മരിക്കുമ്പോൾ മാത്രമേ സ്ഥലത്തെത്തുള്ളൂ. അടുത്ത ശ്ലോകം. തതശൂലം കാലപ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത് കരകലിത ചക്രപ്രകരണാത് സമാരുഷ്ടോ മുഷ്ട്യ സഖലു വിദുതസ്താം സമധനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനഗരീ. കാലപ്രതിമരുഷി ദൈത്യേ തതശൂലം വിസർജതി. അന്തകനെ പോലെ അങ്ങോട്ട് ക്രുദ്ധനായിട്ട് അസുരൻ ഹിരണ്യാക്ഷൻ അങ്ങോട്ട് വല്ലാണ്ട് ദേഷ്യം വന്നു. ദാ വന്നേക്കണു, കൗമോദയ്ക്ക് തട്ടി തെറിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കുണ്ട് വന്നേക്കണു സുദർശന ചക്രം. കാലനെ പോലെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അതിക്രുദ്ധനായിട്ട് തതശൂലം വിസൃജതി, ഉടൻ തന്നെ ശൂലമങ്ങെടുത്തു. അപ്പോൾ ശൂലമെടുത്ത് ചാട്ടുവാൻ ഒരുങ്ങി. ഏനത് കരകലിത ചക്ര പ്രഹരണാത് ത്വയി ചിന്തതി. അപ്പം ഈ ശൂലത്തെ, അസുരൻ്റെ കയ്യിൽ ശൂലം വന്നപ്പോൾ കയ്യിലേന്തിയ ചക്രമെറിഞ്ഞ്, സുദർശന ചക്രം ഇപ്പം ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ, ആ ചക്രമെറിഞ്ഞ് അവിടെ നിന്ന് അതങ്ങോട്ട് മുറിച്ചും കളഞ്ഞു. ഇപ്പം അസുരൻ്റെ കയ്യിൽ ശൂലം പോയി കിട്ടി. സഖലു സമാരുഷ്ട ത്വാം മുഷ്ട്യവിത്. അപ്പോൾ അസുരൻ എന്ത് വിചാരിച്ചു, എനിക്ക് ശൂലവും വേണ്ട ഗതയും വേണ്ട, ഇയാളെ നല്ല 4 ഇടി അങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പം ഈ വിഷ്ണു വീണോളും എന്ന് കരുതി അത്യന്തം ക്രുദ്ധനായിട്ട് അങ്ങയെ മുഷ്ട്യവിദുതൻ, മുഷ്ടി ചുരുട്ടി ഇടിച്ച് വല്ലാണ്ടങ്ങോട്ട് വേദനപ്പെടുത്തി തുടങ്ങി എന്നല്ല, ഗളന്മായെ തൊയി മായാസമർഗം, മായാപ്രയോഗം നടത്താനായിട്ടും കൂടി ശ്രമിക്കണ്ടേ. അസുരന്മാർക്ക് മായാപ്രയോഗമൊക്കെ ഉണ്ട്. അവർ നമ്മൾ കാണുന്നതൊന്നുമല്ല, ഇല്ലാത്തതൊക്കെ പലതും കാണുന്ന ഒരു രീതിയാണ് മായ. ഉള്ളത് കാണുകയില്ല, ഇല്ലാത്തട്ട് കാണുകയും ചെയ്യും. ആ മായാലോകത്ത് അന്താളിപ്പിക്കുമാറുള്ള പല മായകളും കാട്ടാൻ ഒരുങ്ങുകയും ചെയ്യാൻ തുടങ്ങിയില്ല. അതായത് മുഷ്ടിപ്രയോഗം എതിരാളിയെ നന്നെ വേദനപ്പെടുത്തും എന്നാണ് തോന്നുക. നല്ല ഇട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ നല്ല അസൽ വേദന ഉണ്ടാവുമല്ലോ. ജഗന്മോഹനകാരികളായ മായകൾ ഇവിടെയും ഫലപ്പെടുമെന്ന് അസുരൻ കരുതി കളഞ്ഞു. മായ പ്രയോഗിക്കാം, അതും ആവാം എന്നങ്ങോട്ട് തോന്നുകയും ചെയ്തു.
തതശൂലം കാലപ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സാ ഖലു വിദുതം സ്ത്വം സമദനോദ് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. മായ പ്രയോഗിക്കാനായിട്ട് അസുരൻ ആഗ്രഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൻ്റെ പരിഭാഷ എങ്ങനെയാണെന്ന് നോക്കാം. പാഞ്ഞടുത്തു ശൂലവുമായി അസുരനോ അക്ഷണത്തിൽ, പാലാഴിനാഥനോ ചക്രം കൊണ്ടു തകർത്തു. ശൂലം കൊണ്ട് അസുരനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ പാലാഴിനാഥൻ ഭഗവാൻ മഹാവിഷ്ണു ചക്രം കൊണ്ട് ആ ശൂലത്തെ തകർക്കുകയും ചെയ്തു. മുഷ്ടി കൊണ്ടു അർച്ചനയും നടത്തിനാൻ ഹിരണ്യാക്ഷൻ. കൈ ചുരുട്ടിക്കൊണ്ട് ഭഗവാനെ അർച്ചന നടത്തി എന്നാണ് പറയണേ. മുഷ്ടി കൊണ്ട് അർച്ചന നടത്തി എന്ന് പറഞ്ഞാൽ നല്ല ഇടി വെച്ചു. മായാരകീതൻ്റെ മുന്നിൽ മായ കാണിച്ചു. ഇടിച്ചു എന്നല്ല പറയണേ, ഇടിക്കുന്നതായിട്ട് മായ കാണിച്ചു. കാണുന്നവർക്ക് തോന്നും അയ്യോ ഭഗവാനെ ഇടിച്ചതേ പഞ്ചറാക്കണു അസുരൻ. പക്ഷെ അസുരൻ ഇടിക്കാനൊന്നും പറ്റില്ല. ഒരു മായ പ്രയോഗിച്ചതാണ് ആ മുഷ്ടി കൊണ്ടുള്ളൊരു അർച്ചന. പാഞ്ഞടുത്തു ശൂലവുമായ സൂരനോ അക്ഷണത്തിൽ, പാലാഴിനാഥനോ ചക്രം കൊണ്ടു തകർത്തു. മുഷ്ടി കൊണ്ടു അർച്ചനയും നടത്തിനാൻ ഹിരണ്യാക്ഷൻ. മായാരഹിതൻ്റെ മുന്നിൽ മായ കാണിച്ചു. മായയില്ലാത്ത ഭഗവാന്റെ മുന്നിൽ അസുരൻ മായ കാണിച്ചു, താൻ മുഷ്ടി കൊണ്ട് അർച്ചന നടത്തുന്നതായിട്ട്. ഇന്ന് ഈ ശ്ലോകം കൂടി വ്യാഖ്യാനിച്ച് അങ്ങനെ നിർത്തുകയാണ്. 10-22 മിനിറ്റ് സമയമായതുകൊണ്ടാണ് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണീയം കേൾക്കൂ, വീണ്ടും വീണ്ടും കേൾക്കൂ. എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അല്പമെങ്കിലും നമുക്ക് ഉള്ളിൽ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് 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 പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും അത് ശ്രദ്ധിക്കുകയും ഒക്കെ വേണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. നല്ല കടുകട്ടി സംസ്കൃതമാണ്. പിന്നെ ഭഗവാന്റെ കാര്യങ്ങളുമൊക്കെയാണ്. ഒരു സഹായം ഭഗവാന്റെയും കൂടി ഉണ്ടാവും കേട്ടോ, നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കാം. നമ്മുടെ ആഗ്രഹം വേണം, ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം വേണം, എന്നാലൊക്കെ ഇത് സാധിക്കുള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും, കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് എൻ്റെ ചാനലിൻ്റെ ടൈറ്റിൽ ഗാനമാണ്. നാരായണീയം ഇന്ന് ഇവിടെ പറഞ്ഞ എല്ലാ ഭഗവത് പദങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും. എല്ലാവർക്കും നന്ദി.